മലയാള സിനിമയിൽ ലഹരിയുടെ ഉപയോഗം വലിയ തോതിലുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നടനും മിമിക്രി താരവുമായിട്ടുള്ള ടിനി ടോം എന്ന് പറയുന്നത്. സിനിമയെ ബാധിച്ചിട്ടുള്ള ഒരു ക്യാൻസർ കൂടിയാണ് ഈ ലഹരി മാഫിയ എന്നും ആ ഒരു കാലഘട്ടത്തിൽ ടിനി ടോം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തന്റെ മക്കളെ ഒരിക്കൽ പോലും സിനിമയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു. ഇത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും വലിയ തോതിലുള്ള കയ്യടി ടിനി ടോമിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ ടിനി ടോം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന രീതിയിലുള്ള വസ്തുതകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചില താരങ്ങളെയൊക്കെ മിമിക്രിയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ച ടിനി ടോം എയറിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റേതായ ശൈലിയിലൂടെ അദ്ദേഹം മറ്റു താരങ്ങളെയൊക്കെ അനുകരിക്കുന്നത് വലിയ ട്രോളുകൾക്ക് ഒരു കാരണമാവാറുമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ടിനി ടോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു വിവാദ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ വന്ന ഒരു വാർത്തയാണ്. അത് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചൂട് പിടിച്ച് വന്നിട്ടുള്ളത്. ലഹരിയെക്കുറിച്ച് വലിയ തോതിൽ സംസാരിച്ചിട്ടുള്ള ടിനി ടോമിന്റെ മകനെ കഞ്ചാവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് ടിനി ടോമിന്റെ മകൻ ഉൾപ്പെടെ ഏകദേശം 3 പേരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കച്ചവടത്തിനോ മറ്റാവശ്യത്തിനോ വേണ്ടി കൊണ്ടുവന്ന ലഹരി അല്ലെന്നും മറിച്ച് തങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ലഹരി വസ്തുക്കളാണെന്നും ആയിരുന്നു ഈ ടിനി ടോമിന്റെ മകൻ ആദം ഷീം ഉൾപ്പെടെയുള്ള മറ്റ് 3 പ്രതികളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏഹ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു കഞ്ചാവിന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു. അങ്ങനെയിരിക്കെ ഇതിന്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ടിനി ടോമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഇതിന് ഒരു മറുപടിയുമായിട്ട് എത്തിയിരിക്കുകയാണ് ടിനി ടോം. തന്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ടിനി ടോം രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റുള്ളവന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ, നിന്റെ അപ്പൻ ഉണ്ടടാ കൂടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മകന് ലഭിച്ച ഫലകത്തിന്റെയും സർട്ടിഫിക്കറ്റിന്റെയും ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ടാണ് ടിനി ടോം കുറിപ്പ് പങ്കുവെച്ചത്. എല്ലാം കാലം തെളിയിക്കുമെന്നും നിന്റെ അപ്പൻ കൂടെയുണ്ടെന്നും ടിനി ടോം കുറിച്ചു. ടിനിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൽ നേട്ടം കരസ്ഥമാക്കിയ എന്റെ മകൻ ആദം ഷീമിന് ആശംസകൾ. നീ എപ്പോഴും എന്റെ ഹീറോയാണ്. സങ്കീർത്തനം 91. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. മറ്റുള്ളവന്റെ കാഴ്ചയിൽ സന്തോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ. ഏത് കുരിശിനും 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. കാലം എല്ലാം തെളിയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ അപ്പൻ കൂടെയുണ്ടടാ. വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു കമന്റിന് മറുപടിയെ അവന്റെ കയ്യിൽ നിന്നല്ല ലഹരി വസ്തുക്കൾ പിടിച്ചത് എന്ന് ടിനി ടോം കമന്റ് നൽകിയിട്ടുണ്ട്. നിരവധി സിനിമാ താരങ്ങളും പ്രേക്ഷകരും ടിനിയുടെ പോസ്റ്റിന് ആശ്വാസ വാക്കുകളുമായി എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹരിയെ പേടിച്ച് മകന് സിനിമയിൽ ലഭിച്ച അവസരം വേണ്ടെന്ന് വെച്ച ടിനി ടോമിന്റെ 2 വർഷം മുമ്പുള്ള പ്രസംഗം വലിയ ചർച്ചയായിരുന്നതും നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള സർവകലാശാല യുവജനോത്സവം ഉദ്ഘാടന വേദിയിലായിരുന്നു അന്ന് ടിനി ടോം ഈ ഒരു പ്രസ്താവന നടത്തിയിരുന്നത്. ലഹരിക്കെതിരായ പോലീസിന്റെ യോദ്ധാവ് ബോധവൽക്കരണ പരിപാടിയിൽ അംബാസിഡർ കൂടിയായിരുന്നു ടിനി ടോം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ലഹരിക്കെതിരെ വലിയ രീതിയിൽ പോരാടുകയും ഒരു ലഹരിയുടെ ഒരു ബോധവൽക്കരണ, അതായത് യോദ്ധാവ് എന്ന് പറയുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയുടെ അംബാസിഡർ കൂടിയായിരുന്ന ടിനി ടോമിന് പക്ഷേ സ്വന്തം വീട്ടിലെ ലഹരിയുടെ ഉപയോഗം തടയാൻ സാധിച്ചില്ല എന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോഴും സ്വന്തം വീട്ടിൽ സ്വന്തം മകൻ ഇത്തരത്തിൽ കഞ്ചാവിന് അടിമയാണെന്നുള്ള കാര്യം ടിനി ടോം മറന്നുപോയെന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും.